കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോഗ്യ ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ പരിമിതിയുണ്ടെന്ന് ഡോക്ടർമാർ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിക്കാത്തതിനാൽ ബൈപ്പാസ് സർജറിക്ക് വിധേയയാകാൻ ഗതിയില്ലാത്ത അവസ്ഥയിലാണ് കോഴിക്കോട്ടെ ഒരു വീട്ടമ്മ. ഡോക്ടർ ഇൻഷുറൻസിൽ പൈസ കുറച്ചേ കിട്ടുള്ളൂ, അതിനെക്കൊണ്ട് കയ്യിൽ എങ്ങനെയായാലും 1 ലക്ഷം ഉറുപ്പ്യോളം കരുതണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾ സംസാരിച്ചപ്പോൾ 1.5 ലക്ഷം ഉറുപ്പ്യ അത് ഞങ്ങളെ ചിലവൊന്നും കൂടാതെയാണ് കരുതാൻ പറഞ്ഞത്. കയ്യിൽ കരുതാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കരുതാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ ICUവിൽ ഇവിടെയൊക്കെ നിൽക്കുന്നതിനനുസരിച്ചാണ് ചാർജ് കൂടുക. വെന്റിലേറ്ററിൻ്റെ ICU ചാർജും ഒക്കെ ദിവസം കൂടുന്നതിനനുസരിച്ച് ചാർജ് കൂടുമെന്ന് അവർ പറഞ്ഞു. ICUവിൽ 2 ആഴ്ചയിൽ കൂടുതലാവുമെന്നാണ് തോന്നുന്നത്. ഇനി എന്താണെന്നുള്ള അറിയില്ല. ഇല്ല, എനിക്ക് താങ്ങാൻ കഴിയില്ല, എനിക്ക് ഒരു മാർഗ്ഗമില്ല. നല്ല മനസ്സിൻ്റെ കുടുംബങ്ങളാണ് എന്നെ എൻ്റെ മോനെയും പോറ്റുന്നത്. അതുപോലെ ആരെങ്കിലും രംഗത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ, വെൽക്കം ബാക്ക്. ആ അമ്മ കരഞ്ഞു പറയുന്നത് ബൈപ്പാസിനുള്ള കാശില്ല, ആരെങ്കിലും സഹായിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇൻഷുറൻസ് മുഴുവൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്ന് ഈ രോഗികളുടെ മുഖത്ത് നോക്കി ഡോക്ടേഴ്സിന് തന്നെ പറയേണ്ടി വരുന്നത്. എന്താണ് സംഭവിക്കുന്നത് ദീപക്? വെരി ഗുഡ് ഈവനിങ്. ഈ ഒരു സംഭവം ശാന്തിനഗർ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ വീട്ടമ്മയുടെ വീട്. അവരുടെ പേര് പുഷ്പലത എന്നാണ്. നമ്മളെ അവർ ബന്ധപ്പെടുന്നത് അവർക്ക് ബൈപ്പാസ് സർജറിയാണ് നിലവിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതാണ്ട് 6ഓളം സ്റ്റെൻറ്റുകൾ അവർക്ക് ഈ സർജറിയുടെ ഭാഗമായി വേണ്ടിവരും എന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മെഡിസിൻ്റെ ചാർജ് ഉൾപ്പെടെ അത് കയ്യിൽ കരുതേണ്ടത് ഏതാണ്ട് 1.5 ലക്ഷം രൂപ നിങ്ങൾ കൈവശം വെക്കണം. നിങ്ങൾക്ക് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് വഴി അത്ര കണ്ട് തുക കിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് PRO ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അഡ്മിറ്റ് ആയാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നുള്ള നിലപാടെടുത്ത് അവർ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. മറ്റ് അധികൃതരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ പുഷ്പലത പറയുന്നത് അവർക്ക് ഒരു മേജർ സർജറി നിർദ്ദേശിച്ചിരിക്കുന്നു. അതനുസരിച്ച് ഈ വരുന്ന അടുത്ത മാസമാണ് അവർക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്മിഷന് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൂടെ വരുന്ന ആളുകൾക്കുള്ള ചിലവ് അത് ഒരു വശത്ത് ഇരിപ്പുണ്ട്. അതേസമയം തന്നെ മരുന്നിനുൾപ്പെടെയുള്ള തുക കയ്യിൽ കരുതേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഡോക്ടർ തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്റ്റെൻറ്റ് വിതരണം നേരത്തെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിശ്ശിക ഉൾപ്പെടെ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ആശുപത്രിയുടെ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ രോഗബാധിതയായിട്ട് കുറേ നാളുകളായി 2012 നേരത്തെ ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ജോലിക്ക് പോകാനൊന്നും കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇത് തീരദേശ മേഖലയിൽ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അവർക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ മുൻപിലേക്ക് കൈനീട്ടേണ്ട അവസ്ഥ എന്നാണ് കരഞ്ഞുകൊണ്ട് പുഷ്പലത പറയുന്നത്. പക്ഷേ ഈ പുഷ്പലതയുടെ ഈ ഒരു ദുരിതം അത് ഒരാൾ മാത്രം നേരിടുന്നതല്ലോ ദീപക് മലയമ്മ. ചികിത്സയ്ക്ക് ആവശ്യമായ ഇൻഷുറൻസ് പൂർണ്ണമായും കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതേ ദുരിതത്തിലായിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഒരു പ്രതിനിധിയായാണ് പുഷ്പലത എന്ന വീട്ടമ്മയുടെ കണ്ണീർ നമ്മൾ കാണേണ്ടത്. അവരുടെ ജീവിതത്തിൽ അവരുടെ ചികിത്സയ്ക്ക് ബൈപ്പാസ് ആണ് ചെയ്യേണ്ടത്. അതിനുള്ള സഹായം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട്